ഹലോ, നമ്മൾ പരാബോളയുടെ അടുത്ത വീഡിയോയിലേക്ക് എത്തി. ഇവിടെ നമ്മൾ വെർട്ടെക്സ് ഒറിജിനിൽ അല്ലാത്ത പരാബോളയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതെല്ലാം 0 അപ്പോൾ അപ്വേഡ് ബാക്ക്വേഡ് റൈറ്റോ ലെഫ്റ്റോ എന്താണേലും വെർട്ടെക്സ് 0 വരുന്ന പരാബോളയുടെ കുറിച്ചാണ് ഫോർമുലാസും അതിൻ്റെ പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി വെർട്ടെക്സ് അറ്റ് എനി അതർ പോയിന്റ് അതർ ദാൻ ഒറിജിൻ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഫിഗറും ഫോർമുലാസും ഒന്ന് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഫസ്റ്റ് റൈറ്റ് ഹാൻഡഡിൻ്റെ കേസാണ്. അതായത് പരാബോള എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ്, ഇതിൻ്റെ വെർട്ടെക്സ് HK എന്ന് പറയുന്ന പോയിന്റിലായിട്ട് വരും. അപ്പം നമുക്ക് ഓൾറെഡി അറിയാവുന്നത് y² റൈറ്റ് ഹാൻഡഡിൻ്റെ കേസിൽ നമുക്ക് y² = 4ax ആണ് നമുക്കറിയാവുന്നത്. അപ്പോൾ അതൊരു ഷിഫ്റ്റിങ് നടത്തുവാണ്. ആ വെർട്ടെക്സ് HK മാറുന്നു. അപ്പോൾ പരാബോളയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? y - k (2) = 4a × x - h. ആക്ച്വലി ഇതാണ് ബേസിക് ഫോർമുല. ഇവിടെ HK 0 കൊടുക്കുമ്പോഴാണ് നമ്മുടെ y² = 4ax എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് പരാബോളയുടെ ഇക്വേഷൻ എങ്കിൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് HK. ഓക്കെ, EH EK. ഇനി അതിൻ്റെ ഡയറക്ട്രിക്സ് അല്ലെങ്കിൽ ഡയറക്ട്രിക്സ് അപ്പം എന്തായിട്ട് മാറും? ഈ HKയിൽ നിന്നും A യൂണിറ്റ് പുറകിലേക്ക് വരുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? H - K. അതായത് അത് ഈ ഐഡിയ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ട്രിക്സിൽ നിന്നും A യൂണിറ്റിൽ മാറിക്കിടക്കുന്ന പോയിന്റ് ആണല്ലോ HK. അപ്പോൾ HKയിൽ നിന്നും പുറകോട്ട് പറയുകയാണെങ്കിൽ H - K എന്ന് പറയുന്നതായിരിക്കും ഡയറക്ട്രിക്സിലെ പോയിന്റ്. ഓക്കെ, അപ്പോൾ അത് H - A എന്ന് വരും. ഇനി അപ്പോൾ ഫോക്കസ് എന്ത് വരും? ഈ HKയിൽ നിന്നും A യൂണിറ്റ് റൈറ്റിലേക്ക് മാറിക്കിടക്കുന്നത്, അപ്പോൾ അത് H + AK എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ആവശ്യം വരുന്ന വെർട്ടെക്സ്, ഫോക്കസ്, ഡയറക്ട്രിക്സ് അതായിരിക്കും നമുക്ക് ആവശ്യം വരുന്ന. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടത്തിന് വ്യത്യാസമില്ല, 4a തന്നെ. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. y - k (2) = 4a × x - h ആണെങ്കിൽ വെർട്ടെക്സ് HK അതിൻ്റെ റൈറ്റിലേക്കാണ് ഫോക്കസ് വരുന്നത്. അപ്പോൾ അത് A യൂണിറ്റ് കൂടണം, അപ്പോൾ അത് H + AK വരും. ഡയറക്ട്രിക്സ് ലെഫ്റ്റിലായിരിക്കും, അപ്പോൾ അത് A യൂണിറ്റ് കുറയണം, അപ്പോൾ അത് H - AK. ഇത് ഓർത്തിരിക്കുക. ഇനി ലെഫ്റ്റ് ഹാൻഡ് y - k (2) = -4a × x - h ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലേക്കാണ് വരുന്നത്. അപ്പോഴും വെർട്ടെക്സ് സെയിം തന്നെ HK. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് പരാബോള ഇരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ആണ് ലെഫ്റ്റിൽ വരുന്നത്. എങ്ങനെയാണ്? A കുറഞ്ഞിട്ട്, അപ്പോൾ അതെന്ത്? ഫോക്കസ് ആണ് H - AK വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഡയറക്ട്രിക്സ് റൈറ്റിൽ. ഓക്കെ, അപ്പോൾ ഡയറക്ട്രിക്സിലെ പോയിന്റ് ആണ് H + AK വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഫിഗർ ഓർത്തിട്ട് HK എപ്പോഴും വെർട്ടെക്സ് ആയിരിക്കും. റൈറ്റിലേക്ക് വരുമ്പോൾ ഒരു A കൂടും, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ A കുറയും. അതാ റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഫോക്കസ് ലെഫ്റ്റിൽ, ഡയറക്ട്രിക്സ് റൈറ്റിൽ. ആ ഫിഗറിൻ്റെ വെച്ചിട്ട് വാല്യൂ എഴുതിയാൽ മതി. കാണാപ്പാഠം പഠിക്കണമെന്ന് ഇല്ല. കാണാപ്പാഠം പഠിച്ചാലായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. ഈ രീതിയിൽ ഓർത്തിരിക്കുക. ഇനി അപ്വേർഡ് ഡൗൺവേർഡിൻ്റെ കേസിൽ സെയിം പോലെ തന്നെ x - h (² = 4a × y - k). ഓക്കെ, ഇത് എപ്പോഴും അപ്വേർഡാണ്. നെഗറ്റീവ് 4a കൂടെ നെഗറ്റീവ് വരുമ്പോഴാണ് ഡൗൺവേർഡ് വരുന്നത്. ഇത് അപ്വേർഡിൻ്റെ എവിടെയാണ്? ടോപ്പിലാണ് ഫോക്കസ്, ബോട്ടത്തിൽ ഡയറക്ട്രിക്സ്. അത് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഫോക്കസ് വരും, ഇവിടെയാണ് ഡയറക്ട്രിക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ് എപ്പോഴും ഇവിടെയും HK തന്നെ. ഓക്കെ,
അപ്പോൾ ടോപ്പിൽ ഫോക്കസ്, ബോട്ടത്തിൽ ഡയറക്ട്രിക്സ്. അപ്പോൾ ഫോക്കസ് ഇവിടെ നോക്കുക, മേളിലേക്ക് വരുമ്പോൾ കേക്കാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ പോകുമ്പോൾ എക്സ് കോർഡിനേറ്റിന് വ്യത്യാസം വരും. നിങ്ങൾ ആ എക്സ് വൈ പ്ലെയിനിൽ നോക്കിയാൽ മതി. ഒരു പോയിന്റിന്റെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഉള്ള പോയിന്റ് എടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് വ്യത്യാസം വരും, മേളിലേക്കോ താഴത്തേക്കോ എടുക്കുമ്പോൾ വൈ കോർഡിനേറ്റ് വ്യത്യാസം വരും. അപ്പോൾ അപ്വേർഡും ഡൗൺവേർഡിനും മേളിലേക്കും താഴത്തേക്കുമാണ് ട്രാൻസ്ഫോർമേഷൻസ് വരുന്നത്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇത് മേളിലേക്ക് വരുമ്പോൾ കൂടും. അപ്പോൾ ഫോക്കസ് എച്ച് കെ പ്ലസ് എ, ഡയറക്ട്രിക്സിലെ പോയിന്റ് എച്ച് കെ മൈനസ് എ. ഓക്കെ, ഇനി എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4a ഇൻറ്റു വൈ മൈനസ് കെ. അപ്പോൾ അതെന്താണ്, ഇവിടെ മൈനസ് വന്നതുകൊണ്ട് അത് ഡൗൺവേർഡ് പരാബോളയാണ്. അപ്പോൾ ഫോക്കസ് താഴെയും ഡയറക്ട്രിക്സ് മേളിലും. അപ്പോൾ വെർട്ടെക്സ് എന്താണേലും എച്ച് കെ തന്നെ, ഫോക്കസ് താഴെ, ഡയറക്ട്രിക്സ് മേളിൽ. അപ്പോൾ ഫോക്കസ് എന്തായിട്ട് മാറി, എച്ച്, ഈ എച്ച് കെയിൽ നിന്നും എ യൂണിറ്റ് കുറയ്ക്കണം താഴത്തേക്ക് വരുമ്പോൾ. സോ ദാറ്റ് ഈസ് എച്ച് കെ മൈനസ് എ, ഡയറക്ട്രിക്സ് മേളിൽ. അപ്പോൾ അത് എ യൂണിറ്റ് കൂട്ടണം മേളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഡയറക്ട്രിക്സിലെ പോയിന്റ് എച്ച് കെ പ്ലസ് എ. ഓക്കെ, ഇത് ഓർത്തിരിക്കുക, ഈസിയാണ്, ഫിഗർ വെച്ചിട്ട് മനസ്സിലാക്കിയിരുന്നത്. എന്താണെങ്കിലും എയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ലെഫ്റ്റിനോ റൈറ്റിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പം എച്ചിൽ, ഇപ്പോൾ വെർട്ടെക്സ് എച്ച് കെ, റൈറ്റിലേക്ക് പോകുമ്പോൾ എച്ചിന് എ കൂട്ടണം, അപ്പോൾ എച്ച് പ്ലസ് എ. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എച്ചിന് എ കുറയ്ക്കണം, എച്ച് മൈനസ് എ. അത് റൈറ്റിനെയും ലെഫ്റ്റിനെയും വെച്ച് ഫോക്കസും ഡയറക്ട്രിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി അപ്വേർഡ് ഡൗൺവേർഡിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ഡയറക്ട്രിക്സും മേളിലും താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. വെർട്ടെക്സ് ഫിക്സ്ഡ് ആണ് ആസ് എച്ച് കെ. അപ്പോൾ അവിടെ കേക്കാണ് വേരിയേഷൻ വരുന്നത്. മേളിലേക്ക് പോകുമ്പോൾ കേക്ക് എ വാല്യൂ കൂടും, താഴത്തേക്ക് വരുമ്പോൾ കെ മൈനസ് എ വാല്യൂ കുറച്ച് എഴുതണം. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഫോമിലുള്ളതാണ്. ഇത് ഏതാണ്, വൈ സ്ക്വയറിന്റെ ഫോമാണ്. വൈക്കാണ് സ്ക്വയർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ലെഫ്റ്റോ റൈറ്റോ ആണ്. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് അതെന്താണ്, ലെഫ്റ്റ് ഹാൻഡഡ് പരാബോളയാണ്. ഓക്കെ, ഇനി ഇതിന്റെ വെർട്ടെക്സ് നമുക്ക് എച്ച് കെ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫോമിലാണ്. വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു -4a ഇൻറ്റു എക്സ് മൈനസ് എച്ച് ഫോമിലാണ്. ഓക്കെ, ഗിവൺ പരാബോള ഈസ് ഓഫ് ദ ഫോം വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4a ഇൻറ്റു എക്സ് മൈനസ് എച്ച്. ഓക്കെ, അപ്പോൾ 4a പൊസിഷനിൽ എന്താണ്, -4a പൊസിഷനിൽ 8 ആണ്. സോ -4a ഈസ് ഈക്വൽ ടു -8. ദാറ്റ് ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു 2. അത് കിട്ടി. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. എയുടെ വാല്യൂ മാർക്ക് ചെയ്തിടുക. ഇനി വെർട്ടെക്സിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കി ചെയ്യേണ്ടത്. വെർട്ടെക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വെർട്ടെക്സ് എന്താണ്, ഈ ഫോമിലാണ് പരാബോള എങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു വെർട്ടെക്സ് എന്ന് പറയുന്നത് എച്ച് കെ. വെർട്ടെക്സ് എച്ച് കെ. ഇവിടെ എച്ച് എന്താണ്, -4, കെ എന്താണ്, -2. സോ വെർട്ടെക്സ് ഈസ് -4 -2. അപ്പോൾ വെർട്ടെക്സ് കിട്ടി. ഇതാണ് വെർട്ടെക്സ്. വെർട്ടെക്സിൽ നിന്നും എ യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറിക്കിടക്കുന്ന ഈ പോയിന്റ് ആണ് ഫോക്കസ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഫോക്കസ് എന്ത് വരും, -4 -2 ആണ് വെർട്ടെക്സ്. അതിൽ നിന്നും 2 യൂണിറ്റ്സ് ഇങ്ങോട്ട് മാറിക്കിടക്കുന്ന പോയിന്റ്, അതായത് എച്ച് കെ ആണ് വെർട്ടെക്സ് എങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞത്, എച്ച് മൈനസ് എ കെ ആണ് ഫോക്കസ്. അപ്പൊ എന്ത് വരും, ഫോക്കസ് ഈസ് -4 -2, കാരണം എ 2 ആയതുകൊണ്ട്, കെ എന്ന് പറയുന്നതും -2 തന്നെ. സോ ദിസ് ഈസ് -6 -2 ആണ് എന്ത്, ഈ പരാബോളയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ആക്ച്വലി വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -4 -2 ആണ്. വെർട്ടെക്സ് ആക്ച്വലി ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തപ്പോൾ എക്സ് ആക്സിസിലാണ് മാർക്ക് ചെയ്ത്, കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. വെർട്ടെക്സ് എച്ച് കെ എന്ന് എടുത്തെഴുതുക. ആ എച്ചിൽ നിന്നും എ യൂണിറ്റ് കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എച്ച് മൈനസ് എ എടുത്തു കഴിയുമ്പോൾ
ആണ് ഫോക്കസിലേക്ക് എത്തുന്നത്. അത് ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള ആയതുകൊണ്ട് ഫോക്കസ് നമുക്ക് ഇവിടെയാണെന്നറിയാം. അതുകൊണ്ട് ഇത് HK ആണെങ്കിൽ അവിടെ നിന്ന് -a ഇങ്ങോട്ട് മാറണം, 2 യൂണിറ്റ്സ് ഇങ്ങോട്ട് മാറണം, ലെഫ്റ്റിലേക്ക് മാറണം. അതുകൊണ്ടാണ് ഇവിടെ H - a എന്ന് എടുത്തിരിക്കുന്നത്. ഇത് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തത് find the focus, vertex, equation of directrix and length of the lattice rectum of the parabola y square minus 8x minus 2y plus 17 is equal to 0. ഇവിടെ പരാബോള നമുക്കറിയാവുന്ന ആ എക്സാക്ട് എക്സ്പ്രഷൻ്റെ ഫോമിലല്ല കിടക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യണം? ആദ്യമേ ആ ഫോമിലേക്ക് നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആ മെത്തേഡ് അപ്ലൈ ചെയ്ത് ആ ഫോർമാറ്റിലേക്ക് എത്തിക്കണം. സോ ദിസ് ഈസ് given equation y square minus 8x minus 2y plus 17 is equal to 0. ഓക്കെ, അപ്പം എന്ത് ചെയ്താൽ നമുക്ക് ആ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റും? അപ്പോൾ y ടേംസിനെ എല്ലാം ഒരിടത്ത് നിർത്തുക, ബാക്കിയുള്ളതിനെ RHSലേക്ക് ആദ്യമേ കൊണ്ടുപോകാം. സോ ദാറ്റ് ഇംപ്ലൈസ് y square minus 2y is equal to 8x minus 17. ഞാനൊരു 1 ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുവാണ് LHSൽ. സോ ദാറ്റ് ഈസ് y square minus 2y plus 1 minus 1 is equal to 8x minus 17. ഫസ്റ്റ് 3 ടേംസിന് എനിക്ക് y minus 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. y minus 1 whole square minus 1 is equal to 8x minus 17. That implies y minus 1 whole square minus 1 കൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ that is 8x minus 17 plus 1. That implies y minus 1 whole square is equal to 8x minus 16. അതിനെ എങ്ങനെ എഴുതാം? 8 ഔട്ട്സൈഡ് എടുത്താൽ 8 into x minus 2. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? y minus 1 whole square is equal to 8 into x minus 2. എന്ത് വന്നു? നമ്മുടെ ഫോമിലേക്ക് വന്നില്ലേ? ഏത് ഫോമിൽ കിട്ടി നമുക്ക്? നമ്മുടെ പരാബോള എന്ന് പറയുന്നത് ഏത് ഫോമിൽ കിട്ടി? y minus k whole square is equal to 4a into x minus h കിട്ടിയില്ലേ? ആ ഫോമിലേക്ക് കിട്ടി. എയുടെ വാല്യൂ 2 ആയിരിക്കും. 4a 8 ആണെങ്കിൽ a is equal to 2. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് എയുടെ വാല്യൂ കിട്ടി. a is equal to 2. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം ഫസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം 4a, that is 4 into 2 is equal to 8 units. ഏറ്റവും ഈസി ആയിട്ട് കിട്ടി ആൻസർ 8 യൂണിറ്റ്സ്. ഇനി വെർട്ടെക്സ്, അത് ഈസിയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വെർട്ടെക്സ് എന്താണ്. ഈ ഫോമിലാണ് പരാബോള എങ്കിൽ വെർട്ടെക്സ് ഡയറക്ട്ലി വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ വെർട്ടെക്സ്. വെർട്ടെക്സ് എന്താണ്? HK. ഇവിടെ h എത്രയാണ്? 2. k എത്രയാണ്? 1. സോ ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള ഈസ് 2 1. അതും ഒക്കെ കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് പരാബോളയാണ് നോക്കുക. ഇവിടെ പോസിറ്റീവ് സൈൻ ആണ് അല്ലേ? y മൈനസ് കെ സ്ക്വയർ y മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് മൈനസ് എച്ച്. -4a അല്ല, 4a ഇൻറ്റു എക്സ് മൈനസ് എച്ച്. സോ ദാറ്റ് ഇസ് എ റൈറ്റ് ഹാൻഡഡ് പരാബോള. ഇവിടെ നെഗറ്റീവ് വന്നാലാണ് ലെഫ്റ്റ് ഹാൻഡഡ്. y സ്ക്വയർ ആയതുകൊണ്ട് വൈക്കാണ് സ്ക്വയർ. അപ്പോൾ അത് റൈറ്റ് ഹാൻഡഡോ ലെഫ്റ്റ് ഹാൻഡഡോ ആണോ നമുക്ക് ഉറപ്പാണ്. എക്സിന് സ്ക്വയർ വരുമ്പോഴാണ് അപ്വേർഡോ ഡൗൺവേർഡോ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ വൈഡ് ടേമിന് സ്ക്വയർ വന്നതുകൊണ്ട് വി ക്യാൻ ഫിക്സ് ഇറ്റ് ഈസ് ഐദർ എ റൈറ്റ് ഹാൻഡഡ് ഓർ എ ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള. ഇനി അതിൽ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഈ 4a സൈൻ നോക്കിയിട്ട്. 4a സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ റൈറ്റ് ഹാൻഡഡ് പരാബോള. 4a സൈൻ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള. അപ്പോൾ ഇവിടെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ റൈറ്റ് ഹാൻഡഡ് പരാബോള. അത് ഫിക്സ്ഡ് ആണ്. ഇനി ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് പരാബോള അതിൻ്റെ വെർട്ടെക്സ് എത്രയാണെന്ന് കിട്ടി? വെർട്ടെക്സ് 2 1. ഓക്കെ, അപ്പോൾ ഇത് 2 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. 2 1 അത് അതിൻ്റെ ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പരാബോള പോകുന്നത്? ഈ ഫോമിൽ ഒരു പരാബോള. അപ്പോൾ ഇത് 2 1 അതാണ് വെർട്ടെക്സ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഫോക്കസ് വരുന്നത്. അതായത് 2 1 നിന്നും
എ യൂണിറ്റ്സ് റൈറ്റിലേക്ക് മാറിയിട്ടാണ് ഫോക്കസ് വരുന്നത്. അപ്പോൾ എന്താണ്, എച്ച് കെ ആണ് വെർട്ടെക്സ് എങ്കിൽ ഫോക്കസ് ഈസ് എച്ച് പ്ലസ് എ കെ ആണല്ലോ. ഇവിടെ എച്ച് കെ എന്ന് പറഞ്ഞാൽ 2 1, അതാണ് വെർട്ടെക്സ്. സോ ദ ഫോക്കസ് ഈസ് 2 പ്ലസ് എ 1. എ എത്രയാണ് വാല്യൂ? എ വാല്യൂ 2. സോ ദ ഫോക്കസ് ഈസ് 4 1. ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് 4 1. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ്, ഫോക്കസ്, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം അത്രയും കിട്ടി. ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ് 2 1 ആണ് കിട്ടി. ഓക്കെ, ഈ വെർട്ടെക്സിൽ നിന്നും വെർട്ടെക്സ് 2 1 ആണ് കിട്ടി. എ എന്ന് പറയുന്ന വാല്യൂ 2 ആയതുകൊണ്ട് വെർട്ടെക്സിൽ നിന്നും 2 യൂണിറ്റ്സ് റൈറ്റിലേക്ക് വരുന്നത് ഫോക്കസ്, 2 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കിട്ടുന്ന പോയിന്റ് ഡയറക്ട്രിക്സിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ 2 1ൽ നിന്നും എ യൂണിറ്റ്സ് പുറകോട്ട് വരിക, അതായത് എച്ച് കെ ആണ് വെർട്ടെക്സ് എങ്കിൽ എച്ച് മൈനസ് എ കെ എന്ന് പറയുന്നതായിരിക്കും ഡയറക്ട്രിക്സിലെ പോയിന്റ്. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 2 തന്നെയാണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 മൈനസ് 2 1, ദാറ്റ് ഈസ് 0 1 എന്ന് പറയുന്നത് ഡയറക്ട്രിക്സിലെ പോയിന്റ് ആണ്. അപ്പോൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എക്സ്, ഈ പോയിന്റ് 0 1 എന്ന് പറയുന്നത് ഡയറക്ട്രിക്സിലെ പോയിന്റ് ആണ് കിട്ടി. അപ്പൊ ഡയറക്ട്രിക്സിലെ പോയിന്റ് എന്ന് പറയുന്നത് 0 1 ആണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് നമ്മുടെ വൈ ആക്സിസ് ആയിരിക്കും. കാരണം ഡയറക്ട്രിക്സ് എപ്പോഴും റൈറ്റ് ഹാൻഡഡ് പരാബോളയെ സംബന്ധിച്ചിടത്തോളം വെർട്ടെക്സിന്റെ ലെഫ്റ്റിലാണ് വരുന്നത്. അപ്പോൾ വെർട്ടെക്സും ഫോക്കസും തമ്മിൽ എത്രയാണോ ഡിസ്റ്റൻസ്, ആ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും വെർട്ടെക്സും ഡയറക്ട്രിക്സും തമ്മിൽ. അപ്പോൾ വെർട്ടെക്സിൽ നിന്നും എ യൂണിറ്റ്, ആ യൂണിറ്റ് എന്ന് പറയുന്നതാണ് എ. ഇവിടെ ആ എ വാല്യൂ 2 ആണ്. അപ്പോൾ 2 1ൽ നിന്നും എ യൂണിറ്റ് ലെഫ്റ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ 2 1ൽ നിന്നും 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞാൽ 0 1ലെത്തും. നിങ്ങൾ മാറി നോക്കിയാൽ മതി. 2 1ൽ നിന്നും ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറിയാൽ 1 1 കിട്ടും, ഒരു യൂണിറ്റ് കൂടെ ലെഫ്റ്റിലേക്ക് മാറിയാൽ 0 1 കിട്ടും. ഓക്കെ, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറുമ്പോൾ എക്സ് കോർഡിനേറ്റിനാണ് വേരിയേഷൻ വരുന്നത്, വൈ കോർഡിനേറ്റ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, മേളിലേക്കും താഴത്തേക്കും മാറുമ്പം വൈ കോർഡിനേറ്റ് വേരി ചെയ്യും, എക്സ് കോർഡിനേറ്റ് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ലെഫ്റ്റിലേക്ക് 2 1ൽ നിന്നും എ 2 ആണ്. അപ്പൊ 2 യൂണിറ്റ്സ് റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു യൂണിറ്റ് മാറിയപ്പോൾ 3 1, 2 യൂണിറ്റ് മാറിയപ്പോൾ 4 1. അപ്പൊ 4 1 ഫോക്കസ് എന്ന് കിട്ടി. ഇനി 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറിയപ്പോൾ 0 1 കിട്ടി. അപ്പൊ 0 1 എന്ന് പറയുന്ന ഡയറക്ട്രിക്സിലെ പോയിന്റ് ആണ്. അപ്പൊ 0 1 ഡയറക്ട്രിക്സിലെ പോയിന്റ് ആണെങ്കിൽ അത് എപ്പോഴും വെർട്ടിക്കൽ ആയിരിക്കും. ഓക്കെ, റൈറ്റ് ഹാൻഡഡിന്റെ ഡയറക്ട്രിക്സ് എപ്പോഴും വെർട്ടിക്കൽ ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ, ആ റൈറ്റ് എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.